ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ThunderKitchenRecipes. ഇന്ന് ഞാനൊരു ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നിതിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമ്മളിത് പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബേക്കിംഗ് ഓവൻ ഇല്ലെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് മൈദ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുക. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തത് വേണം. പിന്നെ 1 കപ്പ് റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് റേസിൻസും കാഷ്യൂസും ഞാൻ ലിക്കറിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാം. ഞാൻ ഒരു ബൗളിലേക്ക് പൗഡറാക്കിയ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തത് ചേർക്കുക. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര പൊടിയും ഈ ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അഴുക്കുന്നത് വരെ, അതായത് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ല, അതായത് നമ്മൾ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് വെച്ച ആ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ മിക്സ് ചെയ്തതിന് ശേഷം മാവൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും, അതായത് ഈ ബാറ്റർ കുറച്ച് ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയി, കുറച്ച് ചേർത്ത് വരുമ്പോഴേക്കും കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മൈദ മാവ് ചേർക്കുക. അതിനുശേഷം പിന്നെ വീണ്ടും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. കാരമലൈസ്ഡ് ഷുഗർ സിറപ്പാണ് കേട്ടോ, അല്ലാതെ സാധാരണ ഷുഗർ സിറപ്പല്ല. എന്നിട്ട് ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് ചേർക്കുന്നതിനൊപ്പം വാനില എസൻസും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദ മാവും മുഴുവനായിട്ടും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബൗളിൻ്റെ സൈഡിൽ മിക്സ് ആവാതെ കിടക്കുന്ന മൈദ മാവൊക്കെ നമ്മളത് സ്പൂൺ കൊണ്ട് വടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും, അതായത് ഞാനിവിടെ ബ്ലാക്ക് റൈസിൻസും കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ബ്രാൻഡിയിൽ ഡിപ്പ് ചെയ്തിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഒരാഴ്ചയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. റൈസിൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നുറുക്കി ചേർക്കാം. ഞാനിന്ന് ഫുള്ളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്തിട്ടിരുന്നതാണ് ലിക്കറിൽ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്നിലോട്ടാക്കാം. അപ്പം ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ താഴെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക.
സ്പൂൺ കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ നേരത്തെ തന്നെ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ലിഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് കേക്ക് ടിന്നൊന്ന് കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലിഡാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ബേക്ക് ചെയ്യണ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് പൊക്കം കൂടിയ ലിഡൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് കരിയാതെ കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള പാനാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പൊക്കത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഒട്ടും കരിഞ്ഞു പോകാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് കവർ ചെയ്ത് 20 മിനിറ്റ് മീഡിയം ഹീറ്റിലും 25 മിനിറ്റ് ലോ ഹീറ്റിലും ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഞാൻ പറഞ്ഞ ആ രീതിയിൽ 20 മിനിറ്റ് മീഡിയം ഹീറ്റിലും 25 മിനിറ്റ് ലോ ഹീറ്റിലും ബേക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ തുറക്കുകയാണ്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കുമ്പോഴേക്കും അത് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കറക്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡാർക്കായിട്ട് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൂടി വെച്ചിട്ടെടുക്കാം. കൂടുതൽ സമയം നമ്മൾ ബേക്ക് ചെയ്താൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറച്ച് കുറയും. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ എടുക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണിത്, വളരെ യമ്മിയുമാണ്. മുകൾ ഭാഗം കുറച്ചുകൂടി നിങ്ങൾക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ വളരെ യമ്മി ആയിട്ടുള്ള കേക്കാണ്. ഞാനിത് എടുത്തപ്പോഴേക്കും എൻ്റെ കൈയുടെ അടയാളമൊക്കെ അതിനകത്ത് കാണാമായിരുന്നു, കാരണം അത്രയും സോഫ്റ്റായിരുന്നു കേക്ക്. ഇത് മറിച്ചെടുത്തപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. ഇതിൻ്റെ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ല. കണ്ടോ, അതിൽ താഴത്ത് കാണുന്നത് റേസിൻസാണ്, ബ്ലാക്ക് റേസിൻസ്. ഞാനിതിൽ നിന്ന് ബട്ടർ പേപ്പർ മാറ്റുന്നില്ല, കാരണം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. വളരെ സോഫ്റ്റാണ്, യമ്മിയാണ്, നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാനിത് മറിച്ചെടുത്തപ്പോഴേക്കും എൻ്റെ കൈയുടെ അടയാളം അവിടെ കാണാം, അത്രയ്ക്ക് സോഫ്റ്റാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഇതൊരു റിച്ച് റോയൽ പ്ലം കേക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റുമാണ്, യമ്മിയുമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുറച്ച് ചിലവിൽ നമുക്ക് വളരെ നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.